ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് തജ്വീദുൽ ഖുർആനിലെ 12ാമത്തെ പാഠഭാഗമായിട്ട് നമുക്ക് പഠിക്കാൻ വരുന്നത് സൂറത്തു അബസ. ഉസ്താദിൻ്റെ ഖിറാഅത്ത് കേട്ട് മനസ്സിലാക്കാം, എന്നിട്ട് അതിൻ്റെ വർക്കുകളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഉസ്താദിൻ്റെ ഖിറാഅത്ത് കേൾക്കാം. സൂറത്തു അബസ ഓതിയാലോ ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى كلا إنها تذكرة فمن شاء ذكره في صحف مكرمة مرفوعة مطهرة بأيدي سفرة كرام بررة قتل الإنسان ما أكفره من أي شيء خلقه من نطفة خلقه فقدره ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره كلا لما يقض ما أمره. أوكي. فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. فإذا جاءت الصاخة يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. ചെറിയ ചെറിയ ആയത്തുകളാണ്, നമുക്കൊക്കെ പരിചയമുള്ള ആയത്തുകളുമാണ്. നമ്മളൊക്കെ കേട്ട് പരിചയമുണ്ട്. ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ സാധാരണ പറയുന്നത് പോലെ നാവിന് വഴങ്ങിയിട്ടുണ്ടാകും, അത് തിരുത്താനുള്ള സമയം കൂടിയാണ്. അബസ വതവല്ല, മദ്ദിൻ്റെ അടയാളമുണ്ട് അവസാനം, ചേർത്തി ഓതുമ്പോഴേ ഉള്ളൂ എന്നുള്ളത് എപ്പോഴും പറയുന്നതാണ്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മ, ഇഖ്ഫാഉം മദ്ദും മറക്കണ്ട, രണ്ടും ഉണ്ട്. അൻ ജാഅഹുൽ അഅ്മ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ വമാ യുദ്രീക
ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ. ഒന്നുകൂടെ, ഔ യദ്ദക്കറു, ആരെങ്കിലും യസ്സക്ക പറഞ്ഞതുപോലെ യസ്സക്കറു ആകുന്നവരുണ്ടോ? ഇല്ലല്ലോ. ഫതൻഫഅഹു الذിക്റാ അമ്മാ മൻ ഇസ്തഗ്നാ فأنت له تصدى. تصدى تصدى ട്ടോ. وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى. അലിഫിലാണ് ഇവിടെയൊക്കെ നിർത്തിയത്. അലിഫിൽ നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം, ചുണ്ട് കൂടുന്നതും ഹാ വരുന്നതും മീമാവുന്നതും ഒക്കെ. കല്ലാ ഇന്നഹാ തദ്കിറ ഫമൻ ശാഅ ദകറ. നിർത്തുമ്പോഴേ തദ്കിറ എന്നിടത്തും ദകറ എന്നിടത്തും ഒരേപോലെ നിർത്തുക കേട്ടോ. ഫീ സുഹുഫിൻ മുകറമ. സുഹുഫിലെ ഹാഇന് ളമ്മാണ്. മർഫൂഅത്തിൻ മുതഹ്ഹറ. മുതഹ്ഹറ വളരെ മുമ്പ് തന്നെ കേട്ടും കണ്ടും പരിചയിച്ചു പോകുന്നൊരു പദമാണത്. കാരണം മൂക്ക് ശേഷം തോ തഫ്ഖീം, ഹ തർഖീഖ്, റാ തഫ്ഖീം. ബിഐദി സഫറ. സഫറ കിറാമിൻ ബററ. പിന്നെ ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹ്. എങ്ങനെ? ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹ്. ഖുതിലൽ ഇൻസാനു, ഖുതിലൽ ഇൻസാനു ആവൂലല്ലോ. മിൻ അയ്യി ഷൈഇൻ ഖലഖഹ്. ഓക്കെ, മിൻ അയ്യി ഷൈ, മിന്നയി ആവോ? മിന്നയി മിൻ അയ്യി ഷൈഇൻ ഖലഖഹ് من نطفة خلقه فقدره. من نطفة خلقه فقدره. ثم السبيل يسره. ثم السبيل يسره. ثم أماته فأقبره. أوكي. ثم أماته فأقبره. ثم إذا شاء أنشره. كلا لما يقض ما أمره. فلينظر الإنسان إلى طعامه. فلينظر الإنسان إلى طعامه أنا صببنا الماء صبا. പിന്നെ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا. പിന്നെ وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. فإذا جاءت الصاخة. ഇവിടെ ജാഅത്തിലെ മദ്ദും അസ്സാഖയിലെ മദ്ദും, മദ് ലാസിം അസ്സാഖ. ഖാഇന് ശദ്ദുവാണ് കേട്ടോ, അപ്പോഴേ മദ് ഉണ്ടാവുള്ളൂ. അവിടെ നമ്മൾ മദ്ദക്ഷരത്തിന് ശേഷം ശദ്ദു വന്നാൽ ഉണ്ടാവും മദ്. അപ്പം ശദ്ദു വേണം, അല്ലാതെ സാഖ പോരാ. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه. പിന്നെ لكل امرئ منهم يومئذ شأن يغنيه. ഇവിടെ يومئذ شأن يغنيه അവിടെയൊക്കെ ശ്രദ്ധിക്കണം നിയമങ്ങൾ. وجوه يومئذ مسفرة. ضاحكത്തിൻ്റെ ضاد വേണം കേട്ടോ.
ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. എങ്ങനെ? أولئك هم الكفرة الفجرة. صدق الله العظيم. നമുക്ക് ഇതിലെ നെക്ര വായിക്കാൻ അതിൽ ചെറിയ വേർഡ്സുകൾ അൻജാഅഹു നൂനിന് ശേഷം ജീമു വന്നു ഇഖ്ഫാ അൻജാഅഹു. പിന്നെ ഫി സുഹുഫിം മുകറമ സുഹുഫിം മുകറമ തൻവീന് ശേഷം മീമു വന്നു. നമ്മൾ മുമ്പ് ഓരോ പാഠത്തിലെ ഓരോ നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ ശ്രദ്ധിച്ചിട്ട് ഓതുക. കിറാമിം ബററ തൻവീന് ശേഷം ബാ മാ അക്ഫറ മാ അക്ഫറ ഇദാ ശാഅ അൻശറ ഷാഅ ഹംസ പിന്നെ അൻശറ മനസ്സിലാക്കാം. ശഖഖ്നൽ അർള ശഖ്ഖ ശഖഖ്നൽ അർള ശഖ്ഖ فإذا جاءت الصاخة صببنا الماء صببنا الماء ضاحكة مستبشرة. ഇതൊക്കെ മനസ്സിലാക്കി വായിക്കുക. നമുക്ക് താഴെ വഖഫ് അലാ മുനവ്വൻ എന്താണ് അലിഫിൽ വന്ന വഖഫ് അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സബ്ബ ഷക്ക ഹബ്ബ വഖൽബ വനഖ്ല ഉൽബ. വഖഫ് അലാ മുനവ്വൻ അലിഫിൽ വഖഫ് ചെയ്യുന്നത് മനസ്സിലാക്കുക കേട്ടോ. അലിഫിലാണ് ഇവിടെ. സബ്ബൻ എന്ന് പറഞ്ഞിട്ടോ ഷക്കൻ എന്ന് പറഞ്ഞിട്ടോ ഒന്നും നമ്മളിവിടെ നിർത്തൂല. ഖൽബൻ എന്നൊന്നും പറയാൻ പാടില്ല. നമ്മളവിടെ അലിഫിൽ നിർത്തുക. അപ്പോൾ അവിടെ ഒരു അലിഫിൻ്റെ കതിർ നീട്ടുക. അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുക. സബ്ബ ഷക്ക എന്നങ്ങനെ. അപ്പോൾ മനസ്സിലാക്കുക. ഇനി നുലാഹിൽ ഹാ ഹാ വന്ന ചെറിയ വേർഡ്സ് അലൈഹ തർഹഖുഹ വഫാക്കിഹത്തൻ വഫാക്കിഹത്തൻ ഖലഖഹു ഇന്നഹ അൻഹു തലഹ അൻഹു തലഹ. ഇവിടൊക്കെ ഹ വന്നത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഹാഇനെ നീട്ടുന്നതാണ്. വ ഉമ്മിഹി വ അബീ. അപ്പോൾ ഇവിടെ ഹാഇനെ നീട്ടാൻ ചെറിയ യാ സൊയ്റ എന്നാണ് ഇതിനെ കൊണ്ട് പറയുക. ചെറിയ യാ. അപ്പോൾ ഇവിടെ മുമ്പും ശേഷവും ഫതഹ ഹർക്കത്തുകൾ വന്നതുകൊണ്ടാണ് ഇവിടെ നീട്ടുന്നത്. വ ഉമ്മിഹി വ അബീ. അവിടെയും ഒരലിഫിൻ്റെ കതർ മനസ്സിലാക്കുക കേട്ടോ. അസ്ലിയായ മദ് നൽകിയിട്ടാണ് അവിടെയും നീട്ടേണ്ടത്. അടുത്തതാ വസോഹിബത്തിഹി വബനീ വസോഹിബത്തിഹി വബനീ. അവിടെയും യാ സോയിറ. അടുത്തതാ അമാതഹു ഫ അക്ബറ അമാതഹു ഫ അക്ബറ. ഇവിടെയും എന്താണ് ഹാ ഉൽ-ലമീറിനെ നീട്ടി. വാവ് കൊണ്ടാണ് ഇവിടെ നീട്ടിയത്. അപ്പോൾ അത് വാവു സോയിറ മനസ്സിലാക്കുക. അടുത്തതാ ഹലക്കഹു ഫഖദ്ദറ ഹലക്കഹു ഫഖദ്ദറ. ഇവിടെ ഹ വാവു സോയിറ കൊണ്ട് നീട്ടുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ അവസാനത്തിലുള്ളത് നമ്മൾ ഹ ആയിട്ട് വഖഫ് ചെയ്യുന്നു. ഫഖദ്ദറ ഫഖദ്ദറ. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് അലിഫിൽ വഖഫ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇവിടെ വതവല്ല. അപ്പോൾ ഇവിടെ അങ്ങനെ യാവും അലിഫും കൂടി വരുന്നുണ്ട്. പക്ഷെ നമ്മളവിടെ അലിഫിലാണ് വഖഫ് ചെയ്യുക. ഒരു അലിഫിൻ്റെ കതിർ നീട്ടിയാൽ മതി. വതവല്ല. അലിഫ് ഉച്ചരിക്കാൻ ആവശ്യമായ സമയം നീട്ടിയാൽ മതി. കൂടുതലൊന്നും നീട്ടേണ്ട. ഇവിടെ മുകളിൽ ഈ മദ്ദൊക്കെ നമ്മൾ ചേർത്തി ഓതുമ്പോഴാണ്, അടുത്ത ആയത്തും കൂടി ചേർത്തി ഓതുമ്പോഴാണ് നമ്മളിവിടെ കൂടുതൽ നീട്ടേണ്ടത്. മനസ്സിലാക്കുക. യസ്സക്ക
യസ്സക്കാ മനിസ്തഇന ജാഅക യസ്ആ ജാഅക യസ്ആ വഹുവ യഖ്ശാ വഹുവ യഖ്ശാ ലഹു തസദ്ദാ ലഹു തസദ്ദാ. ഇവിടെ അലിഫുകളിൽ വഖഫ് ചെയ്യുന്നത് മനസ്സിലാക്കുക കേട്ടോ. ഇനി നമുക്കിവിടെ അലിഫ് വാവ് യാ സോയിറ ചെറിയ അലിഫ് സോയിറ വാവ് സോയിറ യാ സോയിറ ഇവിടെ വന്നത് മനസ്സിലാക്കുക. ഖലഖഹു ഫഖദ്ദറ ഖലഖഹു ഫഖദ്ദറ അൽ ഇൻസാനു അൽ ഇൻസാനു അവിടെ അലിഫ് സോയിറ ചെറിയ അലിഫ് വന്നു. ഇനിയാ അമാതഹു ഫഅക്ബറ അമാതഹു ഫഅക്ബറ മനസ്സിലാക്കട്ടെ. ഹ വന്നത് വ ഉമ്മിഹി വ അബീഹ് വ ഉമ്മിഹി വ അബീഹ് വലി അൻ ആമിക്കും വലി അൻ ആമിക്കും അവിടെയും അലിഫ് സോയിറ മറ്റേത് വാവ് യാ മനസ്സിലാക്കുക. അടുത്തതാ വസോഹിബത്തിഹി വബനീ വസോഹിബത്തിഹി വബനീ അവിടെയും ചെറിയ അലിഫും യാവും. അപ്പോൾ എത്രയാണ് നമ്മൾ ഈ സൂറത്തിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്ന് പെട്ടുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.